കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഭാരതത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും തലപ്പൊക്കത്തിൽ നിൽക്കുന്നയാൾ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം വളരെ വിദഗ്ധമായി തന്നെ എല്ലാ ശ്രദ്ധയും ഒരു വ്യക്തിയിലേക്ക്, ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന വ്യക്തിയിലേക്ക് എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ നറേറ്റീവ് തന്നെ മോദിയെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ്, അല്ല എങ്കിൽ മോദിയെ പരാജയപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പ്. ആ രീതിയിലേക്ക് ഒരൊറ്റ വ്യക്തിയിലേക്ക് എല്ലാ ഊർജവും, എല്ലാ കണ്ണുകളും, എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്നത്. ആ ചിത്രത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? മറ്റൊരു നേതാവ് ഭാരതത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ, ഉയർന്നു വരുന്നുണ്ടോ? മോദിക്ക് സമനായ, മോദിയെ നേരിട്ടെതിർക്കാൻ കഴിയുന്ന, മോദിക്ക് ഉരുളെ കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ കഴിയുന്ന, മോദിയുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു ഉഗ്രമായ വ്യക്തിത്വം ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ പല നേതാക്കളുടെയും പേരുകൾ വരുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ നേതാവാണ്, മറ്റെല്ലാവരും സമന്മാരല്ല, വളരെ താഴെയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്ത്യ മുന്നണിയിൽ ഒരു പരിധിവരെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാകുന്ന ഒരു കാഴ്ചയുണ്ട്. കോൺഗ്രസ് പാർട്ടിയാണ് പ്രമുഖ കക്ഷി എങ്കിൽ പോലും കോൺഗ്രസിന്റെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആരും നിശ്ചയിച്ചിട്ടില്ല. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാട്ടാതെയാണ് INDA മുന്നണി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇത് സ്വാഭാവികമാണ്. ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്, ന്യൂലി ഫോംഡ് പാർലമെന്റിലെ ജയിച്ചു വരുന്ന MP-മാരാണ് തങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായി കക്ഷികളാണല്ലോ. അപ്പൊ ആ കക്ഷിയിൽ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് നിയമിക്കുന്നതാണ് ഒരു കീഴ്വഴക്കം. അതാണ് പാർലമെന്ററി മര്യാദ, അതാണ് നിയമം. ഇത് സാധ്യമാണെന്നിരിക്കെ അപ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാട്ടി മത്സരിക്കേണ്ടതില്ല. UPA മുൻപ് അധികാരത്തിൽ വന്നപ്പോഴും മൻമോഹൻ സിംഗിനെ ചൂണ്ടിക്കാട്ടി അല്ല മത്സരിച്ചത്. പക്ഷെ രണ്ടാം UPA വന്നപ്പോൾ അത് മൻമോഹൻ സിംഗ് തന്നെ ആയിരിക്കും എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. മുൻപ് ജനതാ പാർട്ടി പലപ്പോഴും അധികാരത്തിൽ വന്നപ്പോൾ, 77-ൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, സ്വാഭാവികമായി അദ്ദേഹം സീനിയർ നേതാവ് എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയായി. അതാണ് ദേവഗൌഡയുടെ കാര്യത്തിലും IK ഗുജറാളിന്റെ കാര്യത്തിലും അതുപോലെ ചന്ദ്രശേഖരന്റെ കാര്യത്തിലും ഇവരൊന്നും അനിഷേധ്യ നേതാക്കളായിരുന്നില്ല സ്വന്തം മുന്നണിക്കുള്ളിൽ. അപ്പം രാജീവ് ഗാന്ധി അങ്ങനെയായിരുന്നില്ല, ഇന്ദിരാഗാന്ധി അങ്ങനെയായിരുന്നില്ല, ജവഹർലാൽ നെഹ്റു അങ്ങനെയായിരുന്നില്ല. PV നരസിംഹറാവു പോലും ഒരു ആക്സിഡന്റൽ ചോയ്സ് ആണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പോൾ ഒരു വശത്ത് NDA മുന്നണിയിൽ വ്യക്തമായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട്, ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ വ്യക്തമായ ഒരു സ്ഥാനാർത്ഥിയില്ല. ആ പശ്ചാത്തലത്തിലാണ് മോദി ആഗ്രഹിക്കുന്നു ഒരു പ്രസിഡൻഷ്യൽ ലൈക്ക് ക്യാമ്പയിൻ, അതായത് അമേരിക്കയിലൊക്കെ നടത്തുന്നത് പോലെ രാജ്യമാസകലം ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു പ്രസിഡന്റിന്, ഏകനായ ഒരു സംവിധാനത്തെ മുഴുവൻ ഉദ്ദീപിപ്പിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് പോലെ ഏതാണ്ട് ഒരു പ്രസിഡൻഷ്യൽ ടൈപ്പ്, അമേരിക്കയിലെ ഒരു പ്രസിഡൻഷ്യൽ ടൈപ്പ് ക്യാമ്പയിൻ ശൈലിയാണ് നരേന്ദ്രമോദി. പക്ഷെ മറുവശത്ത് അങ്ങനെ ഒരു ക്യാമ്പയിൻ ശൈലി സ്വീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴത്തെ ആരോഗ്യം അനുവദിക്കുന്നില്ല. ഇന്ത്യ മുന്നണി ഒരു ഫെഡറൽ ആൻഡ് കോൺഫെഡറൽ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പാർട്ടിയാണ്. അവിടെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശീയ കക്ഷിയും അത് കോൺഗ്രസ് പാർട്ടിയാണ്, ശക്തരായ പ്രാദേശിക കക്ഷികളും. ഇതാണ് ഇന്ത്യ മുന്നണിയുടെ പശ്ചാത്തലം. BJP അങ്ങനെയല്ല, ശക്തമായ ദേശീയ കക്ഷിയും സാമാന്യം ദുർബലമായ പ്രാദേശിക കക്ഷിയും. തെലുങ്ക് ദേശം ഒഴിച്ച് മറ്റ് അതിശക്തരായ പ്രാദേശിക കക്ഷികളൊന്നും തന്നെ BJPക്ക് ഇല്ല. ഉണ്ട് എന്ന് പറയുന്ന ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടി ആയിക്കൊള്ളട്ടെ, പവാറിന്റെ അനന്തരവൻ അജിത് പവാറിന്റെ പാർട്ടി ആയിക്കൊള്ളട്ടെ, ചെറിയ പാർട്ടികൾ തന്നെയാണ്. അത് BJPക്ക് സമമായി നിൽക്കുന്ന പാർട്ടികളല്ല. അതേസമയം ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ DMK ആയിക്കൊള്ളട്ടെ, RJD ആയിക്കൊള്ളട്ടെ, സമാജ്വാദി പാർട്ടി ആകട്ടെ, തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, അതിശക്തരായ പ്രാദേശിക പാർട്ടികൾ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പാരഡൈമിൽ നിന്നുകൊണ്ട് വേണം മോദിക്ക് ബദലായി ആര്? ഇവിടെ ഒരു നിർദ്ദേശം വരികയാണ്. ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര തലങ്ങും വിലങ്ങും നടത്തി. ആദ്യം തെക്ക് നിന്ന് വടക്കേട്ട് കാൽനടയായി, പിന്നീട് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വാഹനത്തിൽ ഇങ്ങനെ യാത്ര നടത്തി ഇന്ത്യയുമായി സമ്പാദിച്ച് ഇന്ത്യയുടെ മനസ്സറിഞ്ഞ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ടൊരു സംവാദമായാലോ എന്ന ചിന്ത വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ തയ്യാർ. പക്ഷെ അതിന് മറുപടി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞില്ല എന്നതാണ്. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണവും ആക്ഷേപവും അദ്ദേഹം അഴിമതിക്കാരനാണ് എന്നല്ല, മറിച്ച് അദ്ദേഹം സംവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നു. ഇതാണ് ആക്ഷേപം.
അദ്ദേഹം ഉജ്ജ്വലമായി വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന, വേദികളെ ഇളക്കി മറിക്കുന്ന, അദ്ദേഹം സദസ്സിനോട് സമ്മതിക്കുന്ന, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രാജ്യം കാതോർത്ത് കേൾക്കുന്ന, ഒരുപക്ഷെ വിശ്വഗുരു എന്ന രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും ചിലരും ഒക്കെ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ ലോകരാജ്യങ്ങളുടെ നേതാക്കൾ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ശ്രീ നരേന്ദ്രമോദി എന്തുകൊണ്ട് ഒരു സംവാദത്തിന് തയ്യാറല്ല എന്ന ഒരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടി അമേഠിയിലെ സ്ഥാനാർത്ഥിയായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ശ്രീമതി സ്മൃതി ഇറാനി പറയുകയുണ്ടായി. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോടല്ലേ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനാവൂ? അമേരിക്കയിൽ അങ്ങനല്ലേ? ഒരു പ്രസിഡന്റ് ട്രംപ് വേഴ്സസ് ബൈഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദമാണ്. ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയല്ലാത്ത രാഹുൽ ഗാന്ധിയുമായി എന്തിന് നരേന്ദ്രമോദി സംവദിക്കണം? ഒരു ന്യായമുണ്ട്. കാരണം തനിക്ക് സമനെന്ന് തോന്നുന്ന ഒരാളോട് വേണമല്ലോ സംസാരിക്കാൻ. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഒരാളെ പ്രൊജക്ട് ചെയ്യുമോ? അതിനുള്ള നിലയിലല്ലല്ലോ ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, ഞങ്ങൾ വിജയിച്ചു വരും, ഭാരതീയ ജനതാ പാർട്ടിയുടെ വേർവാഴ്ച ഞങ്ങൾ അവസാനിപ്പിക്കും, വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടി തീരുമാനിക്കും ആരാവും ഞങ്ങളുടെ നേതാവെന്ന് അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. അതുകൊണ്ട് സംവാദത്തിൽ നിന്നും ഓടി ഒളിക്കുന്ന മോദി എന്ന് ഇന്ത്യ മുന്നണി ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് സംവാദകനെ തരാൻ ആരാണ് നിങ്ങൾക്കുള്ള സംവാദകൻ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ? നിങ്ങൾ പറയൂ, ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചങ്കിൽ കൊള്ളുന്ന ചോദ്യം BJP തിരിച്ചും ചോദിക്കുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് BJPയുടെ ഉന്നത നേതാവായ നരേന്ദ്രമോദിയോട് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് സംവദിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ നിലവിലില്ല എന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. പക്ഷേ രാജ്യം ഒരുപക്ഷെ ഈ സംവാദം പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പറയാം, തങ്ങളുടെ പ്രതിനിധികളെ വിട്ടുകൊണ്ട്, പണ്ട് മഹാരാജാക്കന്മാർ കേരളത്തിൽ മുൻകാലങ്ങളിൽ 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്യുന്നതിന് പകരം തങ്ങളുടെ അംഗച്ചേകവരെ വിട്ടുകൊണ്ട് അവർ തമ്മിലുള്ള പോരാട്ടം, അതൊരു തരം കോഴിപ്പോര് പോലെയാണ്. രണ്ടുപേര് തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നത് അവരുടെ ഏജന്റുമാരെ, അല്ലെ, യോദ്ധാക്കളെ വിട്ടുകൊണ്ട് രണ്ടുപേര് തമ്മിൽ അംഗം വെട്ടി. അപ്പൊ കടന്നാടൻ അമ്പാടിയും ആരോമൽ ചേവകരും ഉണ്ണിയാർത്തിയും ഒക്കെ നമ്മൾ ഏറെ പാടിപ്പതിഞ്ഞ പാണന്മാരേറെ പതിഞ്ഞ പാട്ടുകളാണ്. അതുപോലെ ഒരു സംവാദം പോലും നടത്താവുന്ന ഒരു അന്തരീക്ഷത്തിലല്ല. അപ്പൊ അത്ര കലുഷിതമാണോ ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷം? ഒരുപക്ഷെ ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ജനാധിപത്യത്തിന്റെ ഉന്നതമായ മാതൃകകൾ. ഒരു സംവാദം, പൊതുജനങ്ങളുടെ മുമ്പിൽ പാർട്ടികൾ നിയോഗിക്കുന്ന, മുന്നണികൾ നിയോഗിക്കുന്ന രണ്ടു പേര് തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും പരസ്പരം ഒരൊറ്റ വേദിയിൽ. ഇത് വെവ്വേറെ ഗ്യാരണ്ടികൾ കൊടുക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞ് മോദിയുടെ ഗ്യാരണ്ടി കൊടുക്കുന്നു, പ്രകടന പത്രികയിലൂടെ വരുന്നു. അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ന്യായ പദ്ധതികൾ വരുന്നു പ്രകടന പത്രികയിലൂടെ. അതുപോലെ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം അതാ അരവിന്ദ് കെജ്രിവാളിന്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്നു. വിവിധ സ്വരങ്ങളിൽ സംസാരിക്കുന്നു. അത് മാറി ഒറ്റ വേദിയിൽ രണ്ട് നേതാക്കൾ വരുമോ എന്ന ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായില്ല. വരില്ല എന്ന് തന്നെയാണ് എന്റെ നിഗമനം.